നമസ്കാരം. ഔർ ടി വി 24/7 ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് റൈസ മാമാണ്. മാം നമസ്കാരം. നമസ്കാരം. ശരിക്കും മാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തീർച്ചയായും എനിക്ക് മാമിനെ കാണണമെന്നും നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ശരിക്കും ഈ ബിസിനസ് വുമൻ എന്നൊരു ഇതിലേക്ക് വരാനുള്ള എന്തായിരുന്നു പ്രചോദനം? Definitely my father. My mom was always a person who used to say like there is nothing a woman can do. Appa nu parna he is into business. Appa is a very bold person, like quick decisions. I think I have that. Enikku aa oru genes undenu thonu, aa blood ennil odunundu. So and also moreover I always feel that സ്ത്രീകൾ എപ്പോഴും പല സെക്ടറിലും മുന്നോട്ട് വരാനുണ്ടായിരുന്നു അന്ന്. ലൈക്ക് വെൻ ഐ വാസ് ഡ്രീമിങ് ഓഫ് ബിക്കമിങ് വാട്ട് ഐ വാണ്ട്. സോ ഐ ഫെൽറ്റ് ലൈക്ക് മേ ബി ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക് ടു ഡു. മൈ കോളിംഗ് ഇസ് ദെയർ. ഓക്കെ. ഏത് വർഷമാണ് ഇതിലേക്ക് ബിസിനസ്സിലേക്ക് എത്തുന്നത്? 2010 കഴിഞ്ഞപ്പോഴത്തേനും. ഈ ആർക്കിടെക്ചർ ഫീൽഡുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആവുന്നത്? Because I did architecture. ഞാൻ ആർക്കിടെക്ചർ ചെയ്തത് ചെന്നൈ സത്യഭാമ കോളേജിൽ നിന്നായിരുന്നു. ഐ ഓൾവേസ് ലൈക്ഡ് പെയിൻറ്റിങ്, ഡ്രോയിങ്, സ്കെച്ചിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ സ്കൂൾ കഴിഞ്ഞപ്പം പേരൻസ് ചോദിച്ചത്, കഴിയാറായപ്പോൾ എന്നോട് ചോദിച്ചത് ഏതാണ്? ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് വരെയും അതൊക്കെയാണ്. സോ ഐ പ്രിഫർ ടു ഗോ ഫോർ ആർക്കിടെക്ചർ ബിക്കോസ് എനിക്ക് നേരത്തെ ആർക്കിടെക്ചർ ഇഷ്ടമായിരുന്നു. സ്കൂൾ തൊട്ടേ ഒരു ഇയർ 7-8 തൊട്ട് ഐ ലൈക്ക് ആർക്കിടെക്ചർ. ബട്ട് അങ്ങനെ ആർക്കിടെക്ചറിലോട്ട് മൂവ് ചെയ്തു. പിന്നെ ഓരോ സമയത്ത് ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം, സ്കൂളൊക്കെ ദുബൈയിലായിരുന്നു അല്ലേ? ഷാർജ ഇന്ത്യൻ സ്കൂൾ. ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ്. ഓക്കെ. അപ്പം കോളേജ് എവിടെയായിരുന്നു? സത്യഭാമ ചെന്നൈയിൽ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോബ് എവിടെയായിരുന്നു? ഫസ്റ്റ് ജോബ് എൻ്റേത് സന്തോഷ് സാർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ട് ഫേം ഉണ്ട് എറണാകുളത്ത്. സാറിൻ്റെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിത്തവാടിയൻ ആൻഡ് പാർട്ട്നേഴ്സിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു. അവരുടെ അല്ലേ പ്രോജക്റ്റ് ഹീര? അവരുടെയൊക്കെയാണ്. ഹീര, പിത്തവാടിയൻ ആൻഡ് ഓൾവേഴ്സ് സന്തോഷ് സാറിൻ്റെ പ്രോജക്ട്സ്. ഓക്കെ. അപ്പോൾ അവിടെ എത്ര വർഷം? 1 വർഷം 2 വർഷം അറൗണ്ട്? അപ്പോൾ അതായിരുന്നു ആ ആർക്കിടെക്ട് ഫീൽഡിൽ. ദാറ്റ് വാസ് ആഫ്റ്റർ മൈ കോളേജ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം വേർ ഐ വർക്ക്. സോ സന്തോഷ് സാറിൻ്റെ അടുത്താണ് ആദ്യം ഞാൻ ജോലി ചെയ്തത്. ഓക്കെ. അവിടെ നിന്ന് നേരെ ഗൾഫിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു അല്ലേ? തിരിച്ചെത്തിയിട്ട് പിന്നെ അപ്പയുടെ ബിസിനസ്സിലോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യണം അല്ലേ? എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇന്റീരിയേഴ്സും ഉണ്ട്. എൻ്റെ ആർക്കിടെക്ചർ, ഇന്റീരിയേഴ്സ്. അപ്പം ഞാൻ നാട്ടിലേക്ക് ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോഴും ഉണ്ട്. ഐ ഡു ഡിസൈനിങ് ഫോർ റെസിഡൻസസ് ആൻഡ് എവറിത്തിങ്. ഇന്റീരിയേഴ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, കൺസൾട്ടൻസി ഇവിടെയും ചെയ്യുന്നുണ്ട്. സോ ഇന്റീരിയേഴ്സിൻ്റെ ഭാഗമായിട്ട് കയറി. സോ നമുക്ക് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഉണ്ട്, ഇന്റീരിയേഴ്സ് ഉണ്ട്, ആൻഡ് നൗ ആർട്ട് കൺസൾട്ടൻസിയും ഉണ്ട്. ഓക്കെ. ശരിക്കും എത്ര സ്റ്റാഫിനെയാണ് മാനേജ് ചെയ്യുന്നത്? അറൗണ്ട് ഈസിലി അറൗണ്ട് ഞാൻ മാത്രമോ അതോ കമ്പനി 100 above എന്തായാലും ഉണ്ടെന്ന് മിനിമം. ഓക്കെ. ഈ ആസ് എ ലേഡി എൻ്റർപ്രണർ നമുക്ക് അഡ്വാൻറ്റേജും ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. എന്താണ് ആസ് എ ലേഡി എന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഇൻ ദിസ് കൺട്രി UAE അതൊരു ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി ആൻഡ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇസ് ഹാറ്റ്സ് ഓഫ്. അത് നമുക്ക് എനിക്ക് വേറെ എവിടെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദിസ് ഇസ് ദ പ്ലേസ്. അത് ഇത്രയും വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമുക്കൊരു നമ്മളെന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്വിക്കായിട്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടുന്നതും, പിന്നെ ഒരു ലേഡി ബിസിനസ് റൺ ചെയ്യുമ്പോഴത്തേ ആ ഒരു സേഫ്റ്റി ഗവൺമെൻറ് കൊടുക്കുന്നത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. അപ്പം ഡിസഡ്വാൻറ്റേജ് അപ്പോൾ ഓൾമോസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റിംഗ് ഫീൽഡാണ് രണ്ടും. ഐ തിങ്ക് ഇപ്പം റേഷ്യോ മാറി വരുന്നുണ്ട്, സ്ത്രീകൾ മുന്നോട്ട് കുറേ വരുന്നുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യെസ്, ടു പ്രൂവ് എ പോയിന്റ് ആസ് എ വുമൻ, യെസ്. എങ്ങനെയാണ് പിന്നെ ആർട്ട് ശരിക്കും ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, ഈ ആർട്ടിനെ സ്പെഷ്യലൈസ് ചെയ്ത് വന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കായിട്ട് ഞാൻ ആർട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു, വരയ്ക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂൾ തൊട്ടേ. അങ്ങനെയാണ് ആർക്കിടെക്ചറിൽ പോയത്.
അപ്പോഴും ഞാൻ വരയ്ക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ, എൻ്റെ ഹസ്ബൻഡ് ഇസ് ക്വൈറ്റ് എൻകറേജിങ്. മൈ പേരൻസ് ആർ ഓൾവേസ് എൻകറേജിങ് മീ ടു ഡു പെയിൻറ്റിങ്സ്. പക്ഷെ അന്ന് നമുക്ക് ഇത് എക്സിബിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു പ്ലാറ്റ്ഫോം നമുക്ക് അറിയത്തില്ല അന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ മൈ ഹസ്ബൻഡ് വാസ് ലൈക്ക് ഹി നെവർ റെസ്ട്രിക്റ്റഡ് മീ വരയ്ക്ക്. ആൻഡ് ഞാൻ വരയ്ക്കുന്ന കണ്ട് എൻ്റെ മക്കൾക്കും അത് പെയിൻറ്റിങ്ങും ഒക്കെ ഇഷ്ടമായിരുന്നു. ആക്ച്വലി മക്കളാണ് എന്നെ അത് കുറച്ചുകൂടെ ഒന്ന് ട്രിഗർ ചെയ്തത്. ലൈക്ക് യുനോ മമ്മ, അപ്പോൾ അവരെ പഠിപ്പിക്കാനുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. സോ ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് കുറേ പെയിൻറ്റിങ്സ് എല്ലാം ഇങ്ങനെ വരച്ചെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പം ഒരു ഗാലറി ഇങ്ങനെ പറഞ്ഞു ലൈക്ക് വൈ ഡോണ്ട് യു എക്സിബിറ്റ് ചെയ്യുക, നല്ല പെയിൻറ്റിങ്സ് ആണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എക്സിബിഷൻസിലോട്ട് ഇറങ്ങി. ശരി. പിന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. അപ്പം അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? I always wanted a Guinness World Record. It was like a dream from school which was hidden in me. കാരണം അന്നെന്ന് പറഞ്ഞാൽ ഗിന്നസ് എന്ന് പറഞ്ഞാൽ വാഹോ ഗിന്നസ് ആ ഒരു ഇന്നും അങ്ങനെയാണ് അല്ലെന്നല്ല, പക്ഷെ ഇറ്റ് ഇസ് ലൈക്ക് ക്യാൻ വി, ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ ദാറ്റ് വാസ് ദെയർ ഓൾവേസ്. സോ ഞാനിവിടെ ക്യൂറേഷൻസ് ചെയ്യുന്നുണ്ട് ആർട്ടിൻ്റെ. സോ ഒരു ക്യൂറേഷൻ ഞാൻ എംബസി, നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് വേണ്ടി ചെയ്തായിരുന്നു. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ, പുള്ളിക്കാരി, ഞങ്ങൾ എംബസിക്ക് വേണ്ടി 75th ഇൻഡിപെൻഡൻസ് ഡേക്ക് ക്യൂറേഷൻ ചെയ്ത് കഴിഞ്ഞ് സോ ദർ ഇസ് എൻ ആർട്ട് ഗ്രൂപ്പ്. അവർ ഇങ്ങനെ സംസാരിച്ചപ്പം ചോദിച്ചു വാട്ട് വി ക്യാൻ ഡു ഫോർ നാഷണൽ ഡേ. അപ്പം ഞാൻ പറഞ്ഞു നാഷണൽ ഡേക്കായിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ആലോചിച്ചപ്പോൾ ആക്ച്വലി ഞാൻ ആ വർഷം 2022 ഞാൻ ജാനിൽ ഞാൻ ഗിന്നസിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുമായിരുന്നു ഇൻഡിവിജ്വലായിട്ട്. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ക്യാൻ വി ഡു സംതിങ്. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ഫൈൻ, ദെൻ വൈ നോട്ട് ഡു ഇറ്റ് ഹിയർ ആസ് എ ടീം. അങ്ങനെ ഗിന്നസിൻ്റെ ഒരു പ്രപ്പോസൽ ഞാൻ ഇട്ടു. ലൈക്ക് ഐ ഗേവ് ദം ആൻഡ് സോ ഐ ബിക്കേം ദ കോൺസെപ്റ്റ് ക്രിയേറ്റർ ഫോർ ഇറ്റ്. അങ്ങനെ ആർട്ട് ഗിന്നസിലോട്ട് ചെയ്തു. സോ വി ഡിഡ് ഇറ്റ് ഫോർ മോസ്റ്റ് നാഷണാലിറ്റീസ് ഇൻ എൻ ആർട്ട് ലെസൺ. സോ ഇറ്റ് വാസ് എ ന്യൂ റെക്കോർഡ് വേർ ഒരു 65 ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ്. സോ ഇറ്റ് ഇസ് എ ന്യൂ റെക്കോർഡ്. ഒരു ആർട്ട് ലെസണിൽ 65 ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിനെ ഒറ്റ ഒരു ക്ലാസ്സിലിരുത്തി. ലൈക്ക് യു നോ യു ടീച്ച് ദം സംതിങ് ന്യൂ. സോ വാട്ട് ഐ തോട്ട് വാസ് ഹൗ ടു ക്രിയേറ്റ് സസ്റ്റൈനബിൾ ആർട്ട്. അതായത് വേസ്റ്റ് ഇഷ്യൂസിൽ നിന്ന് എങ്ങനെ ആർട്ട് ഫോം ചെയ്യാം. അങ്ങനെ ഒരു 65 ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിനെ പഠിപ്പിച്ചു. ഓക്കെ. എങ്ങനെയാണ് ഈ നമുക്ക് സസ്റ്റൈനബിൾ തിങ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് വരാമെന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്? സോ വെൻ ഐ സ്റ്റാർട്ടഡ്, ഞാൻ പറഞ്ഞില്ലേ എക്സിബിഷൻസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് വെൻ വൈ നോട്ട് കിച്ചണിൽ നിന്ന് വല്ലതും ഒന്ന് എടുത്ത് ട്രൈ ചെയ്താലോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. കിച്ചണിൽ നിന്ന് ഞാനെടുത്ത് ഓരോ പ്രോഡക്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി പല കളേഴ്സിൻ്റെ ഉണ്ടാക്കി നോക്കി തുടങ്ങി കഴിഞ്ഞിട്ട് അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു എൻ്റെ ആർട്ട് വർക്ക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് ലൈക്കിങ് ഇറ്റ്. ദെൻ അത് ആൾക്കാർക്ക് ഒരു എന്താ അതെങ്ങനെയാണ് ചെയ്തത്, അത് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അങ്ങനെ കൂടുതൽ അറിയാനുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്ക് വന്നു. അപ്പം ദെൻ ഐ വാസ് ലൈക്ക് യാ സോ ഇറ്റ്സ് ലൈക്ക് എ ട്രേഡ് സീക്രട്ട് ദാറ്റ് യു ഹാവ്. പിന്നെ ഞാൻ ലൈക്ക് അതൊരു സൈഡിലുണ്ട്, പക്ഷേ ഐ വാണ്ടഡ് ടു ഗോ കംപ്ലീറ്റ് സസ്റ്റൈനബിൾ. അങ്ങനെയാണ് ഞാൻ ഐ സ്പെഷ്യലൈസ്ഡ് ഇൻ റോപ്പ് ആർട്ട്. സോ ഞാൻ UAE ഇയർ ഓഫ് സസ്റ്റൈനബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് ക്യാൻ ബിനാലെ, അതായത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ 2023 പോയിട്ടുണ്ട്. സോ അതിനകത്ത് മൈ ആർട്ട് വർക്ക് വാസ് അബൌട്ട് വുമൻഹുഡ് വിച്ച് വാസ് മെയ്ഡ് ഔട്ട് ഓഫ് റോപ്പ് പേപ്പർ പീസസ്, ലൈക്ക് ബേൺഡ് പേപ്പർ പീസസ്. ഇറ്റ് വാസ് എ കൊളാജ് വർക്ക്. അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ റോപ്പിലോട്ട് ദെൻ ഐ ഡിഡ് ഒരു curation of sustainable art exhibition at COP28. So I did a solo exhibition at COP28. So I was എനിക്കായിരുന്നു അതിനകത്ത് only COP28 സിംഗിൾ ഒരു 50 meter wall എനിക്ക് കിട്ടി, where COP28 gave me. And I was ഒരു ബ്ലെസ്സിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് I met നമ്മുടെ ഹിസ് എക്സലൻസി സുൽത്താൻ അൽ ജാബർ. പുള്ളിയെ ഞാൻ കണ്ടു. എൻ്റെ ഒരു ഒരു ആർട്ട് പീസ് COP28 ഞാനൊരു 12 പീസസ് ഞാൻ എക്സിബിറ്റ് ചെയ്തായിരുന്നു. ആ 12 പീസസിൽ ഒരു പീസ് പുള്ളിയുടെ ആറ്റ്നോക്ക് ഓഫീസിലോട്ട് പുള്ളി എടുത്തിട്ടുണ്ട്. സോ യാ ഇറ്റ്സ് ലൈക്ക് അങ്ങനെ സസ്റ്റൈനബിലിറ്റിയിലോട്ട് പോയി. സോ ഇറ്റ് വാസ് ലൈക്ക് ഫസ്റ്റ് ഗിന്നസ്, പിന്നെ ക്യാൻ ബിയനാലെയിൽ ഇയർ ഓഫ് സസ്റ്റൈനബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്തു, പിന്നെ COP28 ചെയ്തു. പിന്നെ റീസെൻ്റ്ലി ലാസ്റ്റ് ഇയർ ഐ ഡിഡ് ഫോബ്സിൻ്റെ സസ്റ്റൈനബിലിറ്റി ലീഡർ സമ്മിറ്റിൽ മൈ ആർട്ട് വാസ് എക്സിബിറ്റഡ്. So basically rope is something that is a culture showing UAE, where UAE is
കീപ്പിംഗ് ദി എൻറ്റയർ മൾട്ടിനാഷണൽസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പം അത്രയും ആൾക്കാരെ ഒരു അണ്ടർ വൺ റൂഫ്, ഒരു പ്ലാറ്റ്ഫോമിൽ അണ്ടർ വൺ അംബ്രല്ല യൂസ് ചെയ്യണം വെച്ച് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. പല പല നാഷണാലിറ്റീസിനെ, സോ അത്രയും സ്ട്രെങ്ത് ആണ് അവരുടെ ഇതിലുള്ളത്. ഇറ്റ്സ് ഫ്രം ദ കൾച്ചർ. ഓക്കെ. അപ്പം ഇതിന് ഓരോ സ്റ്റെപ്പിലും എത്താൻ ഉള്ള ഒരു കാരണം പാരൻസിൻ്റെയും അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ടും കൂടെയാണ് അല്ലേ? ഓരോ ഇത് കഴിയുമ്പോഴും ഇനി അടുത്ത് എനിക്ക് എവിടേക്ക് എത്തണം നമ്മുടെ ഒരു മനസ്സിലുണ്ടാവുമല്ലോ, എനിക്ക് അടുത്ത സ്റ്റെപ്പ് ഇവിടത്തേക്കാണ്. അപ്പം എന്താണ് അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ ആസ് ഓഫ് നൗ ഒരു എക്സിബിഷൻ ക്യൂറേഷൻ വരുന്നുണ്ട്. സോ ഐ എം വർക്കിംഗ് ഓൺ ദാറ്റ്. ഓക്കെ. അത് എല്ലാ ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണോ? എല്ലാ ആൾക്കാരെയും മീൻസ് ഇതുപോലെ എക്സിബിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വുമനെ കൂടെ അങ്ങനെ തന്നെയാണ്? എന്തെങ്കിലും പ്രത്യേക ക്ലാസിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അത്രയും ഞാൻ വിടുന്നില്ല. ലൈക്ക് ഐ ഡോണ്ട് spell it out, but yeah, there is an exhibition that is coming in, so I usually curate like നമുക്ക് പല ആർട്ടിസ്റ്റുകളെ when I see, നമ്മളിപ്പോൾ ഓരോ എക്സിബിഷൻസിനും ഓരോരുത്തരത്തൊക്കെ പോകുമ്പം when I see some artist work ഞാനത് നോട്ട് ചെയ്യും. and then when there is some exhibition or something I'm planning, ഞാൻ അതിനനുസരിച്ച് അവരെയും കൂടെ ഇൻവൈറ്റ്. ഓ ഗ്രേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ MEP ആണല്ലോ, അത് ഇൻറ്റീരിയർ ഡിസൈനിങ് നമ്മുടെ ഫേം ടോട്ടലി അതിലേക്ക് ഇപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും മാമിനെ കോൺടാക്ട് ചെയ്യണം, മാമിൻ്റെ കമ്പനിയുടെ സർവീസ് ആവശ്യമാണ് എന്ന് ആണെങ്കിൽ എന്താണ് റീച്ച് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള? ജസ്റ്റ് കണക്ട് us എവിടെ വേണേലും അടിച്ചാൽ കാലിഫോർണിയ ഗ്രൂപ്പ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കാലിഫോർണിയ ഗ്രൂപ്പ് UAE എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെ വെബ്സൈറ്റിലോട്ട് കയറും. അവിടെ കോൺടാക്ടേഴ്സ് ഓർ ഹയറിലോട്ട് കയറ്റിയാൽ മതി, ദേ വിൽ കണക്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ UAE ആണ് നമ്മൾ ബേസിക്കലി ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ പോലും ഡിസൈൻ ഓൾ ഓവർ വേൾഡ് എവിടെ നിന്ന് വേണോ മാമിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഇൻറ്റീരിയർ ഡിസൈൻ്റെ ചെയ്തു കൊടുക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. മാം 2 മക്കളാണെന്ന് പറഞ്ഞല്ലോ, ഈ മക്കൾ രണ്ടും എന്ത് ചെയ്യുന്നു? മക്കള് മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് എനിക്കൊന്ന് എൻ്റെ ഇതിലാണെന്ന് തോന്നുന്നു, ബിക്കോസ് ഷീ ഈസ് എ സസ്റ്റൈനബിലിറ്റി അംബാസിഡർ. പുള്ളിക്കാരുടെ സ്കൂളിൽ പുള്ളിക്കാരി സസ്റ്റൈനബിലിറ്റി അംബാസിഡറാണ്. മോന് ആർച്ചറിയുടെ ആളാണ്. ഓ ഗ്രേറ്റ്. അപ്പം ഏതായാലും പാഷനേറ്റ് ആയിട്ട് തന്നെ രണ്ടാളും വരികയാണ്. വെരി മച്ച്. ഓ താങ്ക് യു. ഐ തിങ്ക് നമ്മൾ പേരൻസ് ആണ് അതിനകത്തൊരു വലിയ റോൾ കളിക്കുന്നത്. ബിക്കോസ് ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ എനിക്കറിയാം എൻ്റെ മോളോ മോനോ എന്നെ എത്ര, എൻ്റെ ഹസ്ബൻഡ് പുള്ളി ഹീസ് എ സ്പോർട്സ് പേഴ്സൺ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്പോർട്സാണ് മക്കളിലോട്ട്, മോൻ ആ ആർച്ചറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ രണ്ടുപേരും സ്പോർട്സിലോട്ടുള്ളത്. ഇറ്റ്സ് ബിക്കോസ് പുള്ളിയാണെങ്കിലും സ്പോർട്സിൻ്റെ കാര്യത്തിൽ മക്കളെ ഇപ്പോൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാനാണെങ്കിൽ എന്നെ കഴിയാം ലൈക്ക് ഷോയിങ് ദം ഹൗ വാട്ട് ഐ എം ഡൂയിങ്. അതാണ് അവരുടെ ഒരു, പിന്നെ സസ്റ്റൈനബിൾ ലൈഫ്, അതാണ് ഞാൻ അവരോട് എപ്പോഴും പറയുന്നത്. ലൈക്ക് ഇപ്പം നമുക്ക് ഒരുപാട് യൂസേജ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് സോ ഐ ജസ്റ്റ് ടീച്ച് ദം ഹൗ നോട്ട് ടു വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഉള്ള റിസോഴ്സസ് നിന്ന് ലിവ് ചെയ്യാൻ പഠിക്കാനായിട്ട്. സോ അപ്പം ഞാൻ അവരോട് പറയും കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ. ലൈക്ക് ഞങ്ങൾ നാട്ടിൽ ചിലപ്പം വെക്കേഷൻസിനായിരിക്കും പോകുന്നത്. ആ വെക്കേഷൻസിന് പോകുമ്പോൾ ഞാൻ കാണുന്ന ചില കാര്യങ്ങളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കത്തില്ലേ, സാധനങ്ങൾ വാങ്ങിക്കുമ്പം പേപ്പറിൽ പൊതിഞ്ഞ് ചാക്കിൻ്റെ കയർ, ഐ ഡോണ്ട് നോ വാട്ട് യു കോൾ, പക്ഷേ ആ ചാക്കിൻ്റെ ഒരു കയറുണ്ട്, അതിട്ട് കെട്ടി, ലൈക്ക് ആക്ച്വലി അതെല്ലാം സസ്റ്റൈനബിൾ, ചണം വെച്ചിട്ട് അതെല്ലാം വളരെ സസ്റ്റൈനബിളാണ്. ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾ ഇല്ലാതാക്കുക ഭൂമിനെ. സോ ഞാൻ എപ്പോഴും മക്കളോട് പറയുന്ന കാര്യമാണ്, നമ്മൾ എന്താണ് ഏർത്തിന് കൊടുക്കുന്നത് അതാണ് ഏർത്ത് നമുക്ക് തിരിച്ചു തരുന്നത്. സോ യു ഹാവ് ടു ട്രീറ്റ് മദർ നേച്ചർ നൈസ് ഫോർ ദം ടു ട്രീറ്റ് യു ഗുഡ്. അന്ന് ഞാൻ എപ്പോഴും മക്കളോടൊന്നല്ല, ഞാൻ ഏതൊരു പാനൽ ടോക്കിലോ ഏതൊരു എക്സിബിഷൻസ്, എൻ്റെ എല്ലാ ആർട്ട് വർക്ക്സും ഈസ് അബൌട്ട് ഹൗ ടു ട്രീറ്റ് നേച്ചർ. ഗ്രേറ്റ്. ഏതായാലും വളരെ സന്തോഷം. അവർ TV 24/7 ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് കൂടുതൽ ഉയരങ്ങളിൽ കൂടുതൽ റെക്കോർഡ് ഹോൾഡറായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.